ഹായ് ഗൈസ്, കുറേ വീഡിയോസൊക്കെ വന്നിട്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്ന് ഓഫീസിൽ ഹാഫ് ഡേ നിറഞ്ഞ വഴിക്ക് വീട്ടിൽ പോയേക്കാം. വീട്ടിൽ മമ്മിക്ക് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുത്തേക്കാമെന്ന് വെച്ചോട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡ്യൂട്ടിയിലാണ്, ഇൻറ്റേൺഷിപ്പിലാണ്. അപ്പോൾ ഞാൻ നേരെ റൂമിൽ വന്നു, ഡ്യൂട്ടി കഴിഞ്ഞ് ബാഗ് എടുത്തു. ഞാൻ ബസ് കയറിയിട്ട് വീട്ടിലേക്ക് പോവാണ്. നേരെ കച്ചേരിപ്പടി പോവാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി റൂമിൽ ചെന്ന് ബാഗ് എടുത്ത് കച്ചേരിപ്പടിക്ക് പോകുന്ന കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഞാൻ കച്ചേരിപ്പടിയിൽ ഇറങ്ങി മെട്രോ എടുത്ത് വൈറ്റിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പം ഞാൻ MG മെട്രോയിൽ നിന്നാണ് കയറുന്നത്. അപ്പം ഞാൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയപ്പോഴാട്ടോ ബാക്കി വീഡിയോസൊക്കെ. സമയം 2:30 കഴിഞ്ഞപ്പോഴാണ്. ബസ് കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. 2:45 KSRTC പോയി. പിന്നെ ബാഗൊക്കെ എടുത്ത് മെട്രോയിൽ വീഡിയോ ഒക്കെ എടുത്ത് ടിക്കറ്റൊക്കെ എടുക്കാൻ നിൽക്കുവാണ്. നേരെ ടിക്കറ്റൊക്കെ എടുത്ത് വേഗം എക്സ്കലേറ്ററിൽ കയറി ചെന്നപ്പം 4 മിനിറ്റ് മെട്രോ വരാൻ വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ പോസ്റ്റായി 4 മിനിറ്റ് ഇരിക്കാമല്ലോ, ബാഗ് ഉണ്ടല്ലോ. അപ്പം ആലുവ മെട്രോ പോകണമുണ്ട്. അതിൻ്റെ പുറകെ തന്നെ നോക്കി നിൽക്കുക. ഈ സമയത്ത് 2 മെട്രോയിൽ വന്നു. മെട്രോയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വൈറ്റിൽ ഹബ്ബ് വന്നിറങ്ങി കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് ക്ലിയർ ആണെന്നറിയില്ല. ഹബ്ബൊക്കെ വന്നിറങ്ങി ഹബ്ബിൽ ബസ് കിട്ടാൻ വേണ്ടി ഇറങ്ങി ഓടുകയാണ്. കാരണം വീട്ടിൽ പോയി വീട്ടുകാരെ സർപ്രൈസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഓടുകയാണ്. സമയം 2:45. 2:45 2 ബസ്സും പോയി. ഞാൻ 3 മണിയുടെ ബസ്സിനാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ മെട്രോയിൽ വീട്ടിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആട്ടോ അത്. അപ്പം ഇറങ്ങി ഓടുകയാണ്, ലിഫ്റ്റ് ഇറങ്ങിയിട്ട്. കാരണം നമുക്ക് ബസ്സാണ് പ്രധാനം. വീട്ടിൽ ചെല്ലണം, വീട്ടിൽക്കാരെ സർപ്രൈസ് ചെയ്യണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലും അമ്മയ്ക്കും അറിയില്ല കേട്ടോ ഞാൻ വീട്ടിൽ ചെല്ലുന്നുണ്ടെന്ന്. ഉച്ചയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ പോലും ഞാനൊരു സൂചന കൊടുത്തിട്ടില്ല. അറിയിച്ചറിഞ്ഞ റൂമിലാണെന്നാണ്. അപ്പോൾ ഞാൻ ഹബ്ബിലെത്തി. അപ്പോൾ ഹബ്ബിൽ നിന്ന് ബസ്സിൻ്റെ അങ്ങോട്ട് ഓടുകയാണ് ബസ് കിട്ടാൻ വേണ്ടിയിട്ടോ. ഓടി വന്നപ്പോൾ 2 KSRTC ഒക്കെ പോയി. പിന്നെ KMS കിടക്കണമായിരുന്നു. ചാടി അതിൽ കയറിയിരുന്നു. സമയം 2:45 3 മണിയായപ്പോഴത്തേന് ഞാൻ KMS സൈഡ് സീറ്റ് വരെ പിടിച്ചു കേട്ടോ. കറക്റ്റ് 3:10 ആയപ്പോഴത്തേനും തന്നെ KMS വൈറ്റില ഹബ്ബിൽ നിന്ന് എടുത്തു കേട്ടോ. അങ്ങനെ ബസ് കയറിയിരിക്കുകയാണ്. കറക്റ്റ് 3:10 ആയപ്പോൾ തന്നെ ഹബ്ബിൽ നിന്ന് വണ്ടി എടുത്തു. കറക്റ്റ് 4 മണിയായപ്പോഴത്തേനും നമ്മൾ പിറവം സ്റ്റാൻഡിലെത്തി കേട്ടോ. 4 മണിയായപ്പോഴത്തേനും. പിന്നെ 4:30 ആയപ്പോഴത്തേനും നമ്മൾ കൂത്താത്തോളവും കിടന്നു. അങ്ങനെ കറക്റ്റ് 4:45 മുമ്പ് 4:30 ആയപ്പോഴത്തേനും നമ്മൾ കൂത്താത്തോളമൊക്കെ കടന്നു കേട്ടോ. സമയം 4:30 ആയിട്ടുള്ളൂ. നമ്മളൊക്കെ കാണാം. ചേട്ടന്മാർ പറഞ്ഞാൽ കറക്റ്റ് 4:45 ആയപ്പോഴത്തേനും രാമൂര് എത്തി. ഞാൻ വീട്ടിലേക്ക് പോകാൻ അടുത്ത ബസ്സും കാത്തിരിക്കുക കേട്ടോ. 4:45 ആയപ്പം ബസ് കാത്തിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം നോക്കി, ഒരു 10-15 മിനിറ്റ് നോക്കിയിരുന്നപ്പോഴത്തേനും പ്രൈവറ്റ് ബസ്സിന് മുമ്പ് ഒരു KSRTC വീടിൻ്റെ അങ്ങോട്ടുള്ളത് കിട്ടി കേട്ടോ. ഞാൻ പിന്നെ ചാടി ഒന്ന് നോക്കണ്ട KSRTCക്ക് കയറി. 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ. ഞാൻ വീടിൻ്റെ അവിടെ എത്തി. അപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ റിയാക്ഷൻ, വലിയ റിയാക്ഷനൊന്നും ഉണ്ടാവില്ല, എന്നാലും പോയി നോക്കാം. അങ്ങനെ ഇതാണ് എൻ്റെ സ്വർഗരാജ്യം. എൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ കവാടമൊക്കെ കടന്ന് ഞാൻ എൻ്റെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ടാണ് പതുക്കെ പമ്മി കയറുന്നതായിട്ട് ഒച്ച ഉണ്ടാക്കാണ്ട്. വീട്ടിൽ പറയേണ്ട വന്നേക്കണമെങ്കിൽ. അപ്പം ബെല്ലടിച്ച് വാതിൽ ഓർക്കാൻ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ വേറെ മാതാശ്രീ വാതിൽ തുറന്നു. ഇതാണ് എൻ്റെ അമ്മയുടെ ആദ്യത്തെ റിയാക്ഷൻ. എൻ്റെ മമ്മിയുടെ റിയാക്ഷൻ എടുക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് അത്ര വലിയ റിയാക്ഷനൊന്നും തോന്നും. അത്രയ്ക്കുള്ള വീഡിയോ. ബൈ. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം.